ഹല്ലേലൂയ. അടുത്ത വാക്യം, നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. ദൈവവേദന നിനക്ക് തൃപ്തിയാകുവോളം, ഹല്ലേലൂയ, നിന്റെ സകല തൃപ്തികേട് മാറ്റുന്ന ദൈവമായി ദൈവം, സകല തൃപ്തികേട് മാറ്റുന്ന ദൈവമായി ദൈവം. തൃപ്തിയോടെ ജീവിക്കുവാൻ നിനക്കാവശ്യമായത് നൽകി തരുവാൻ ഈ ദൈവം വിശ്വസ്തൻ. എന്നിട്ട് പറയുകയാണ്, നീ ലജ്ജിച്ചു കിടക്കുന്ന വിഷയത്തിന്റെ അകത്ത് നീ ലജ്ജിക്കാതെ വണ്ണം എന്റെ ജനം ലജ്ജിച്ചു പോകയില്ല എന്നുള്ള വചനപ്രകാരം ഏത് വിഷയമാ നിന്നെ ലജ്ജിപ്പിക്കുമെന്ന് പറഞ്ഞ്, ഏത് വിഷയമാ നിന്നെ നാണിപ്പിക്കുമെന്ന് പറഞ്ഞ്, ഏത് വിഷയമാ നിന്നെ നിന്ദിക്കുമെന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിന്റെ മുന്നിൽ കിടക്കുന്നത്, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അടുത്ത വാക്യം, അതിന്റെ ശേഷമോ ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ദൈവവേദന വിട്ടുപോയ സാന്നിധ്യം അനുതപിച്ച് മടങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ മടക്കി കൊടുത്ത ദൈവമാണ് ഞാൻ നിങ്ങളും സേവിക്കുന്ന ദൈവം. എന്നേക്കും കോപം സംഗ്രഹിച്ചു വെക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. എന്നേക്കും കരുണ അടച്ചു കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഇന്ന് പകൽ തിരിച്ചു വരേണ്ടതുപോലെ തിരിച്ചു വരുവാൻ, എവിടെയെല്ലാം മടങ്ങി വരണമോ അങ്ങോട്ടേക്കെല്ലാം മടങ്ങി വരാൻ ഇന്ന് പകൽക്കാലം മനസ്സുണ്ടെങ്കിൽ നിന്നിലേക്ക് തിരിയുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് ഇന്ന് പകൽ വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത വാക്യം പറയുന്നു, ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല. മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തത് എന്റെ ദൈവം ചെയ്തു തരും. മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തത് എന്റെ ദൈവം ചെയ്തു തരും. പറ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമായ എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തരും, എനിക്ക് വേണ്ടി ചെയ്തു തരും, എനിക്ക് വേണ്ടി ചെയ്തു തരും, എനിക്ക് വേണ്ടി ചെയ്തു തരും, എനിക്ക് വേണ്ടി ചെയ്തു തരും. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞതാ, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് അപേക്ഷിപ്പീൻ, പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരുമെന്ന്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ, ആ റിലേഷൻഷിപ്പ് ഒന്ന് പുതുക്കിക്കൊണ്ടെന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ 2 പ്രാവശ്യം ആവർത്തിച്ച് അവിടെ പറയുകയാണ്, ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ്. ആരാ പറഞ്ഞ്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാ പറഞ്ഞത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിന്റെ കൊച്ചു കുടുംബത്തിന്റെ അകത്ത് ഈ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ലേ? നിന്റെ തലമുറയ്ക്കകത്ത് ഈ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ലേ? നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റത്തില്ലേ? നിന്റെ സാമ്പത്തിക മേഖലയിൽ ചെയ്യാൻ പറ്റത്തില്ലേ? നിന്റെ ആരോഗ്യ മണ്ഡലത്തിൽ ചെയ്യാൻ പറ്റത്തില്ലേ? എവിടാ ഈ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തത്? ഈ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല.